ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ആൻഡ് ഏവൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മലയൻകീഴ് CSI ചർച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ക്രിസ്തുമസ് കാർണിവലിനെ പറ്റിയിട്ടുള്ളതാണ്. വരൂ വീഡിയോയിലേക്ക് പോകാം. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 70 രൂപയാണ് ഒരാളിന്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിവിശാലമായ കാഴ്ചകളാണ് നമ്മെ ഏവരെയും അവിടെ കാത്തിരിക്കുന്നത്. അവിടുത്തെ ഓരോ മരങ്ങളും വൈദ്യുതാലങ്കാരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ ആദ്യം കാണാൻ പറ്റുന്നത് മനോഹരമായൊരു പുൽക്കൂടാണ്. പുൽക്കൂടിന് ഇരുവശങ്ങളിലുമായി വിവിധ തരത്തിലുള്ള ആടുകളെയും കാണാം. ഒപ്പം കഴുതയും അവിടെയുണ്ട്. ഞങ്ങളിവിടെ വന്നത് ഞായറാഴ്ചയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് മലയൻകീഴ് CSI ചർച്ച് ഈ വർഷത്തെ ക്രിസ്തുമസ് കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്രവേശന കവാടം കയറി ചെല്ലുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് മഞ്ഞുമലയുടെ അതേ പ്രതീതി ഉളവാക്കുന്ന കാഴ്ചകളാണ്. 2023 ഡിസംബർ 31 വരെയാണ് ഈ ക്രിസ്തുമസ് കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മഞ്ഞുമലയുടെ പ്രതീതി തരുന്ന അതേ സ്ഥലത്ത് തന്നെ കൃത്രിമമായിട്ടുള്ള കുളവും ഒരു പാലവും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ മനോഹര കാഴ്ചകളാണ്. മഞ്ഞുമലയുടെ കാഴ്ചകൾ കണ്ട് അവസാനിക്കുന്നിടത്ത് നിന്നും അടുത്തേക്ക് ഉള്ള സ്ഥലത്ത് പോകുന്ന വഴിയിൽ കുറേ രൂപങ്ങൾ വെച്ചിട്ട് വിവിധ സൗണ്ടുകളൊക്കെ കേൾപ്പിക്കുന്ന ചെറിയൊരു ഏരിയ ഉണ്ട്. അത് വളരെ രസമാണ്. ചെറിയ കുട്ടികൾ ചിലപ്പോൾ അത് പേടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ വളരെ രസമായിരുന്നു അത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ മരങ്ങളിലും അതിൻ്റേതായ ഭംഗി നിലനിർത്തുന്ന രീതിയിൽ വിവിധതര സ്റ്റാറുകളും വിവിധ തരത്തിലുള്ള ലൈറ്റുകളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഐസ്ക്രീം ഷോപ്പുകളും ചെറിയ ചായക്കടകളൊക്കെ ഉണ്ടായിരുന്നു. മലയൻകീഴ് CSI ചർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രിയപ്പെട്ട ഒരു സഭയാണ്. കാരണം ചേട്ടൻ്റെ പപ്പയും അമ്മയൊക്കെ ഈ പള്ളിയുടെ മെമ്പേഴ്സായിരുന്നു. അതുപോലെ അമ്മയും പപ്പയൊക്കെ മരിച്ചു പോയപ്പോൾ നമ്മൾ അടക്കം ചെയ്തിരിക്കുന്നതും ഈ ചർച്ചിലാണ്, ഇവിടുത്തെ സെമിത്തേരിയിലാണ്. അപ്പം ഞങ്ങളവിടെ പോയപ്പോൾ അവരുടെ കല്ലറയിലൊക്കെ കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഹസ്ബൻഡും മക്കളും കൂടി വൃത്തിയാക്കുന്നതാണ് കണ്ടത്. ഇവിടെ വിവിധ തരത്തിലുള്ള വാട്ടർ ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പമുള്ള ലൈറ്റിംഗ് ഒക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും വളരെയധികം രസകരവും ആസ്വാദ്യകരവുമാണ്. പക്ഷേ ഈ ഒരു ബെല്ലെന്ന് പറയുന്നത് അത് വളരെയധികം ഭംഗിയാണ്. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു മനോഹാരിത നന്നായിട്ട് വീക്ഷിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒപ്പം അതിനിടയിൽ നിന്നൊക്കെയുള്ള ഫോട്ടോസ് എടുക്കാനൊക്കെ അധികം നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി അവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് അക്വേറിയം പെറ്റ് ഷോ ഒക്കെ. അതും വളരെയധികം രസമുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് ടിക്കറ്റൊന്നുമില്ല. നമ്മൾ കയറുമ്പോൾ എടുക്കുന്ന അതേ എൻട്രി ഫീസ് തന്നെയാണ് ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റുന്നത്.
ഈ കാണുന്ന പാമ്പിനെയും മറ്റ് അതുപോലുള്ള ജീവികളെയൊക്കെ വെച്ച് കയ്യിൽ പിടിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കുന്നതിന് 100 രൂപയാണ് ഈടാക്കുന്നത്. ഇതാണ് മറ്റൊരു ആകർഷണം. അതായത് നല്ല ഉയരത്തിലാണ് ഈ സാന്റാക്ലോസിനെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അടുത്തത് നമ്മളൊരു പിരമിഡിനുള്ളിലേക്കാണ് കയറാൻ പോകുന്നത്. അതിനകത്തേക്ക് കയറുമ്പോൾ ഒരു മരുഭൂമിയുടെ പ്രതീതി ഉളവാക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പ്രധാനമായും ഒട്ടക സവാരി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം അതിനിടയിൽ വേറെ ഒട്ടകത്തിനടുത്തൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാനും എല്ലാം ഉള്ള അവസരമുണ്ട്. ആ ഒരു ചെറിയൊരു ഗ്രൗണ്ടിനുള്ളിൽ തന്നെ കുഞ്ഞു കുഞ്ഞു പിരമിഡ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ ഒട്ടക സവാരി നടത്താൻ വേണ്ടിയിട്ട് ഒരാളിന് 50 രൂപയാണ് ഫീസ്. അടുത്ത് കയറാൻ പോകുന്നത് ഞങ്ങളുടെ മോനാണ്. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൃഗത്തിൻ്റെ പുറത്ത് കയറുന്നത്. അവൻ കുതിരയുടെ പുറത്തൊന്നും കയറിയിട്ടില്ല. ആദ്യമായിട്ട് അവൻ കയറിയത് ഒട്ടകത്തിൻ്റെ പുറത്താണ്. അവന് വളരെ പേടിയോ അങ്ങനെയൊന്നുമില്ല. വളരെ ഹാപ്പി ആയിട്ടാണ് ഒട്ടകത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നത്. ഒട്ടക സവാരിയെല്ലാം കഴിഞ്ഞ് അടുത്ത് പോകുന്നത് ഒരു മുന്തിരിത്തോപ്പിലേക്കാണ്. അവിടെയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസ് ആയിരുന്നു. അവിടെ ഒട്ടക സവാരി മാത്രമല്ല കുതിര സവാരിയും ഉണ്ടായിരുന്നു. കുതിര സവാരിക്കും 50 രൂപ തന്നെയായിരുന്നു ടിക്കറ്റ് റേറ്റ്. അതെല്ലാം കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് വിവിധ തരം കമ്പനികളുടെ സ്റ്റാളുകളിലേക്കാണ്. ഈ ക്രിസ്തുമസ് കാർണിവലിൻ്റെ കാഴ്ചകൾ കണ്ട് അവസാനിക്കാറാവുന്ന ഇടത്താണ് ഫുഡ് കോർട്ടുകളും മറ്റ് കുഞ്ഞു കുഞ്ഞു കടകളും സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഏറ്റവും ഒടുവിലായിട്ടാണ് കുട്ടികളുടെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പ്രവർത്തിക്കുന്നത്. 70 രൂപയാണ് എൻട്രി ഫീ എങ്കിലും വളരെയധികം മനോഹര കാഴ്ചകളാണ് നിങ്ങളേവരെയും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഇത് മിസ് ചെയ്യരുത്. എല്ലാവരും പോയി കാണുവാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി അടുത്ത് കാണാം. ബൈ.